നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മറ്റൊരു മന്ത്രമാണ്. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ധനധാന്യ സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതിനുവേണ്ടി പല വഴിപാടുകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, ക്ഷേത്രങ്ങളിൽ പോയി കഴിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്തിട്ടും നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള ഒരു ഉയർച്ചയും കാണുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ ഉപദേശിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കുബേര മന്ത്രം. ഈ മന്ത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ ഈ മന്ത്രം സിദ്ധി വരുത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ്, അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ ക്രമേണ സമ്പദ് വ്യവസ്ഥയൊക്കെ ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ്, മനസ്സിൽ മനനം ചെയ്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ് മന്ത്രത്തെ. അതുപോലെ തന്നെ നിത്യേന ഇത് ഉപാസനയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഗുണമാണ് ലഭിക്കുക. അതിൻ്റെ രീതികളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കുബേര മന്ത്രം 108 തവണ വച്ച് 101 ദിവസം മുടങ്ങാതെ കൃത്യമായി ജപിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിലം തൊടാതെ ഇരുന്ന് വേണം ജപിക്കാൻ. അല്ലെങ്കിൽ ഒരു പുൽപ്പായ ഇട്ട് ജപിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പിളി വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലിരുന്ന് ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഈ മന്ത്രത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കു ഭാഗത്തോട്ട് ഇരുന്ന് വേണം അത് ജപിക്കാനായിട്ട്. ശിവഭക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശിവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കുബേരൻ. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചതിന് ശേഷം വേണം ഈ മന്ത്രം ജപിക്കാൻ. എങ്കിൽ ഏറ്റവും കൂടുതൽ ഫലം നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയാൻ സാധിക്കും. ഇനി ഞാൻ മന്ത്രം പറഞ്ഞു തരാം. യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിമേന്ദേഹി ദധാഭയ സ്വാഹ. ഇതാണ് മന്ത്രം. ഇതിൻ്റെ ഉപചാര മന്ത്രം ഇതാണ്: ഓം ധനാധിപായ വിദ്മഹേ വൈശ്രവണായ ധീമഹി തന്നോ ധനധ പ്രചോദയാത്. ഈ മന്ത്രം, ഏതൊരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പേ ധ്യാനം ആവശ്യമാണ്. ഈ മന്ത്രത്തിൻ്റെ ധ്യാനം ഇതാണ്: മനുജവാഹ്യ വിമാനവരസ്ഥിതം ഗരുഡ രത്നനിഭം നിധിനായകം ശിവസഖം മകുടാതി വിഭൂഷിതം വരഗതേ ദദതം ഭജതുന്തിലം. ഇതാണ് ധ്യാനം. അപ്പോൾ ഇതാണ് മന്ത്രം. ഈ മന്ത്രം സിദ്ധി വരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശിവക്ഷേത്രത്തിലായിരുന്നാൽ വളരെയേറെ ഉത്തമമാണ്. അത് സാധിച്ചില്ല എങ്കിൽ കൂവള വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നും ജപിക്കാവുന്നതാണ്. വീട്ടിലാണ് ജപിക്കാൻ സൗകര്യമെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഒരു പുൽപ്പായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുൽപ്പായ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലിരുന്ന് ജപിക്കുക. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ജപിക്കാനായിട്ട്. ഒരു കുബേരൻ്റെ വിഗ്രഹമോ അല്ലെങ്കിൽ കുബേരൻ്റെ ഫോട്ടോയോ വച്ചതിന് ശേഷം അതിൻ്റെ മുമ്പിൽ ഒരു നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഇരുന്ന് ജപിക്കാവുന്നതാണ്. ഇനി ഹോമം ചെയ്യാൻ അറിയാവുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഈ മന്ത്രം കൊണ്ട് നെല്ല് ഹോമിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥതയൊക്കെ ഉയർന്ന് വരുന്നതാണ്. വളരെയേറെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ സാധിക്കും. ഒരു ഷോപ്പുള്ള ഉടമയാണെങ്കിൽ അല്ലെങ്കിൽ കർഷകനാണെങ്കിൽ കാർഷിക ഫലത്തിൽ നിന്നാണല്ലോ നമുക്ക് ആദായം കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വിളക്ക് തെളിയിച്ച് വടക്കോട്ട് തിരിയിട്ട് വൈശ്രവണ സങ്കല്പത്തിൽ വെള്ള പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതിനോടൊപ്പം ധൂപ ദീപങ്ങളൊക്കെ തെളിയിച്ച് വെച്ച് അതിൻ്റെ ചുവട്ടിലിരുന്ന് മന്ത്രം ജപിക്കാവുന്നതാണ്. ജപിച്ച് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ വളരെയേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു കുഞ്ഞ് അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്തിടുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.